ഹായ് എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ന്യൂ ഇയറിൻ്റെ അന്നാണ് എടുത്തിട്ടുള്ളത്. തലേദിവസം നമ്മൾ മധുരയിലാണെന്ന് പറഞ്ഞില്ലേ, അപ്പോൾ മധുരൈ ക്ഷേത്രത്തിലൊക്കെ ഒന്ന് പോയി തൊഴുത് പിറ്റേ ദിവസം രാവിലെ ആയപ്പോഴത്തേക്കും ഞങ്ങൾ ഭക്ഷണം കഴിക്കാനായിട്ട് ഒരു ഹോട്ടലിലേക്ക് വന്നിട്ടുണ്ട് കേട്ടോ. കഴിഞ്ഞ ദിവസം കഴിച്ച അതേ ഹോട്ടലിൽ തന്നെയാണ് വന്നിരിക്കുന്നത്. അന്നമീനാക്ഷി ഹോട്ടലുണ്ടല്ലോ, അവിടെയാണ്. നമ്മൾ താമസിച്ചിരുന്ന ഹോട്ടലിൻ്റെ നേരെ ഓപ്പോസിറ്റ് തന്നെയാണ് കേട്ടോ ഈ ഒരു റെസ്റ്റോറൻറ്റ് വരുന്നത്. അവിടെ നിന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് നേരെ ഞങ്ങൾ ഒന്ന് നടക്കാനായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും രാവിലെ ഇനിയിപ്പോൾ ക്ഷേത്രത്തിൽ കയറുന്നില്ല, നമുക്ക് ഇനിയിപ്പോൾ ഉടനെ തന്നെ ചെക്കൗട്ട് ചെയ്യണം. അതുകൊണ്ട് ചെറുതായിട്ടൊരു ഷോപ്പിംഗ് ചെയ്യാമെന്ന് കരുതിയിട്ട് വന്നതാണ് കേട്ടോ. അപ്പോൾ കടകളൊന്നും തുറന്നിട്ടില്ലായിരുന്നു. പിന്നെ നമുക്ക് പോകാനുള്ള ടൈമും കൂടി ആയതുകൊണ്ട് ഞങ്ങൾ പോത്തീസിൽ കയറിയിട്ട് എനിക്ക് ഒരു ടോപ്പ് മാത്രം എടുത്തിട്ട് വന്നു കേട്ടോ. ഇത് മാത്രം എടുത്തത്. ഞങ്ങൾ പോകുന്നതിന് മുമ്പ് നമ്മളുടെ ഈ ഒരു എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യാമെന്ന് കരുതിയിട്ട് ഹസ്ബൻഡ് സംസാരിക്കുന്നതാണിത്. ஹாய் எல்லாருக்கும் வணக்கம். ஸோ இந்த ஹாலிடே நாங்கள் எங்கே ஸ்பெண்ட் பண்ணோன்னா எஸ்ஆர் ஹாலிடேஸ் கட்டுறது எஸ்ஆர் ஹாலிடே. ஸோ அங்கே பார்த்தீங்கன்னா டூர் பேக்கேஜ் வந்து ரொம்ப ரீசனபுளாக இருக்குது. அது மட்டும் இல்லை, அவங்களோட ட்ராவல் ஜேர்னிலாம் ரொம்ப கம்ஃபர்ட்டாக இருக்குது. ஸோ முக்கியமாக ஃபேமிலி பர்சன்ஸ் கண்டிப்பாக வரணும். ஸோ இவங்க வந்து நல்லா ப்ரொவைட் பண்ணுறாங்க. എല്ലാവർക്കും നമസ്കാരം. സോ ഇപ്പോൾ ഈ ഹോളിഡേ ഞങ്ങൾ എവിടെ വന്നതെന്ന് വെച്ചാൽ എസ്ആർ ഹോളിഡേസ് ആണ്. കൊടൈക്കനാൽ ട്രിപ്പിന് വേണ്ടിയാണ് വന്നത്. സോ നിറയെ സ്ഥലത്തും പോകാൻ വേണ്ടിയാണ് വന്നത്. സോ ഇവിടെ നല്ല ഫാമിലി പേഴ്സൺസ് ആണ് ഫസ്റ്റ് പ്രയോറിറ്റി. ഇവിടെ പാക്കേജ് വളരെ റീസണബിൾ ആണ്. പിന്നീടും കംഫർട്ട് നമ്മുടെ ഫാമിലി പോലെയാണ് ട്രീറ്റ് ചെയ്യണം. അതാണ് നമുക്ക് വേണ്ടത്. ഹോംലി ഫുഡും ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. വെരി ഹെൽത്തി ആൻഡ് വെരി ഗുഡ്. താങ്ക് യു. ഹാപ്പി ന്യൂ ഇയർ. ഞങ്ങളിനിപ്പോൾ ഇവിടെ നിന്ന് നേരെ പോകുന്നത് പളനിയിലേക്കാണ്. പളനിയിലേക്ക് പോകുന്നതിന് മുന്നേ തന്നെ ഒന്ന് രണ്ട് ക്ഷേത്രങ്ങളും കൂടി കയറാനുണ്ട്. അപ്പോൾ തിരുപ്പരംകുന്றம் മുരുകൻ ക്ഷേത്രത്തിലേക്ക് ഒന്ന് കയറുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് മുരുകൻ്റെ 6 പടൈവീടുകളിലെ ഒന്നാണ്. അപ്പോൾ ഞങ്ങൾ ഫസ്റ്റ് ടൈമാണ് ഇവിടെ വരുന്നത്. മധുരൈ ജില്ലയിൽ തന്നെയാണ്, ഇവിടെ അടുത്ത് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളിവിടെ എത്തിയപ്പോഴത്തേക്ക് ഏകദേശം ഒരു 11 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ ഹോട്ടലിൽ നിന്ന് 10 മണിക്ക് തന്നെ ചെക്കൗട്ട് ചെയ്തായിരുന്നു. അവിടെ നിന്ന് കുറച്ച് ദൂരമുണ്ട് കേട്ടോ, ഇങ്ങോട്ടേക്ക് വന്നു. അപ്പോൾ ഇന്ന് എന്തായാലും ന്യൂ ഇയർ ഒക്കെ ആയല്ലേ, അതുകൊണ്ട് നല്ല വിശേഷമുള്ള ദിവസമാണ്, നല്ല തിരക്കാണ്. ഈ ക്ഷേത്രങ്ങളിലൊക്കെ എപ്പോഴും തിരക്ക് തന്നെയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഈ ഒരു പളനി യാത്ര അല്ലെങ്കിൽ കൊടൈക്കനാൽ പളനി യാത്രയൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഇതുപോലെ മധുര മീനാക്ഷി ക്ഷേത്രത്തിൽ വന്നിട്ട് ഇങ്ങനെ ഈ ഒരു ക്ഷേത്രം കൂടി കവർ ചെയ്ത് പോകുന്നതായിരിക്കും നല്ലത്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് മുരുകൻ്റെ 6 പടൈവീടുകളിൽ ഒന്നാണ്, ഒരു ക്ഷേത്രമാണിത്. കഴിഞ്ഞ ദിവസം നമ്മൾ വ്ളോഗിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ 6 പടൈവീടുകളെ കുറിച്ചൊക്കെ. അപ്പോൾ തിരുപ്പരംകുന്றம் മുരുകൻ ക്ഷേത്രം എന്നാണ് ഇതിൻ്റെ പേര്. മധുര ജില്ലയിലെ തിരുപ്പരൻകുன்றത്താണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യപ്രകാരം സുബ്രഹ്മണ്യ സ്വാമി ദേവയാനിയെ വിവാഹം കഴിച്ചത് ഇവിടെ വെച്ചെന്നാണ് പറയപ്പെടുന്നത്. പിന്നെ ക്ഷേത്ര നഗരമായ മധുരയിൽ നിന്നും ഏകദേശം ഒരു 8 കിലോമീറ്റർ അകലെയാണ് കേട്ടോ അത് സ്ഥിതി ചെയ്യുന്നത്. ഈ ഒരു ക്ഷേത്രത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് പർവ്വതത്തിൽ നിന്നും പാറകൾ വെട്ടിയെടുത്തിട്ട് ആണ് ഈ ഒരു ക്ഷേത്രം നിർമ്മിച്ചേക്കുന്നതാണ് പറയുന്നത്. അതിൻ്റെ ഉള്ളിലൊക്കെ കയറുമ്പോൾ തന്നെ നമുക്കൊരു ഭയങ്കര ഒരു വൈബായിരുന്നു. ഫുള്ള് പാറക്കല്ലുകൾ കൊണ്ടുണ്ടാക്കിയിരിക്കുന്നതാണ് കേട്ടോ. ഭയങ്കര തണുപ്പും കാര്യങ്ങളും ഒക്കെയാണ്. അപ്പോൾ ഈ ക്ഷേത്രത്തിനുള്ളിൽ ഫോൺ യൂസ് ചെയ്യാനായിട്ട് പറ്റും, കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഞങ്ങൾ വീഡിയോ ഒന്നും എടുത്തില്ല കേട്ടോ. കുറച്ച് ഉള്ളിലോട്ട് പോകുമ്പോഴത്തേക്കും പ്രതിഷ്ഠ ഇരിക്കുന്ന അവിടെ നിന്ന് യൂസ് ചെയ്യാൻ പാടില്ല. അങ്ങനെ ഞങ്ങൾ ഉള്ളിലേക്ക് പോയി തൊഴുത് കുറച്ച് നേരം അവിടെ ഇരുന്ന് റിലാക്സ് ചെയ്തിട്ടാണ് പുറത്തേക്ക് വന്നത്. ഇവിടെ വന്നപ്പോഴത്തേക്ക് ഏകദേശം ഒരു 12:30 1 മണിയോളം ആയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമ്മൾ വരുന്ന വഴിക്ക് ടെമ്പിൾ സിറ്റി എന്ന് പറഞ്ഞിട്ടൊരു ഹോട്ടലിൽ കയറിയിട്ട് ഭക്ഷണം കഴിച്ചു. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പോകുന്നത് പാതാള ചെമ്പ് മുരുകൻ എന്ന് പറയുന്ന ക്ഷേത്രത്തിലേക്കാണ്. ഇതും അത്യാവശ്യം പലർക്കും അറിയാത്തൊരു ക്ഷേത്രമാണ്. നമ്മുടെ തമിഴ്നാട്ടിൽ ഇത് ഭയങ്കര ഫേമസ് ആണ്. ഇവിടുത്തെ മുരുകനൊരു പ്രത്യേകത ഉള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെമ്പ് കൊണ്ടാണ് ഇവിടുത്തെ വിഗ്രഹം ഉണ്ടാക്കിയിരിക്കുന്നത്. സാധാരണ നമ്മൾ മുരുകൻ്റെ ക്ഷേത്രങ്ങളെല്ലാം മലമുകളിലല്ലേ കാണപ്പെടുന്നത്, പക്ഷേ ഇത് മാത്രം പാതാളത്തിലാണ് ഇരിക്കുന്നത് കേട്ടോ. അതായത് ഭൂമിക്ക് അടിയിലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഭയങ്കര വലിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഇവിടെ മാത്രം നമുക്ക് ടിക്കറ്റ് ഒന്നും എടുക്കണ്ടായിരുന്നു, നേരെ നമുക്ക് ഡയറക്റ്റ് കയറാൻ പറ്റും. അതൊരു ഭയങ്കര അനുഭവം തന്നെ ആയിരുന്നു കേട്ടോ. 1000 വർഷം പഴക്കമുള്ളൊരു ക്ഷേത്രമാണ്, മുരുക ക്ഷേത്രമാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഈ ഒരു ക്ഷേത്രത്തിൽ പോകാൻ പറ്റുവാണെങ്കിൽ തീർച്ചയായിട്ടും പോകണം കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് നേരെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട്
പളനിയിലേക്ക് വന്നിട്ടുണ്ട്. ഏകദേശം ഒരു 4 മണിയോട് കൂടിയാണ് ഞങ്ങൾ പളനിയിൽ എത്തിയിട്ടുള്ളത്. അപ്പോൾ ഇവിടുത്തെ ഹോട്ടൽ ഞങ്ങൾ ആഗോഡയിലാണ് ബുക്ക് ചെയ്തിട്ടുള്ളത്. ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഹസ്ബൻഡ് പറയുന്നുണ്ട് വീഡിയോയിൽ. അപ്പോൾ എന്തായാലും ഇവിടെ എത്തിയപ്പോഴത്തേക്ക് നല്ല ടയേർഡായിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്തായാലും വൈകുന്നേരം നമുക്ക് രാത്രി എന്തായാലും ഞങ്ങൾ പളനിമലയ്ക്ക് കയറുന്നില്ല. നമ്മളിന്ന് ഈ ഒരു പുതുവർഷത്തിൽ നേരെ നമ്മൾ പളനിക്കാണ് കേട്ടോ വന്നിട്ടുള്ളത്. എല്ലാം കൊണ്ടും പ്രത്യേകത നിറഞ്ഞൊരു പുതുവർഷം തന്നെയായിരുന്നു, ഒരു പുതിയ തുടക്കം തന്നെയായിരുന്നു ഞങ്ങൾക്ക്. കാരണം ക്ഷേത്രങ്ങളിൽ നിന്ന് തന്നെ ഞങ്ങൾ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ശരിക്കും ഈ ഒരു യാത്ര ഞങ്ങൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് പ്ലാൻ ചെയ്തതാണ്. നമ്മൾ കൊടൈക്കനാൽ മാത്രം പോകണമെന്നാണ് പ്ലാൻ ചെയ്തത്. അതും ലാസ്റ്റ് നിമിഷമാണ് പ്ലാൻ ചെയ്തത്. പക്ഷെ ഒരിക്കലും ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നില്ല ഇങ്ങോട്ടേക്ക് വരുമെന്ന്. അപ്പോൾ ഭയങ്കര എനിക്കൊരു എന്തോ ഒരു അത്ഭുതം തോന്നി. കാരണം നമ്മൾ പ്ലാൻ ചെയ്യാതെ വരുന്ന ചില യാത്രകൾ നമ്മുടെ ജീവിതത്തിൽ കുറച്ചും കൂടി ഒരു ഒരു സന്തോഷവും സമാധാനവും ഒക്കെ കൊണ്ടുവരത്തില്ല, പ്രത്യേകിച്ച് ക്ഷേത്ര ദർശനം എന്ന് പറയുന്നത്. ഞങ്ങളിവിടെ എത്തിക്കഴിഞ്ഞിട്ട് ഒരു 7 മണിയൊക്കെ ആയപ്പോഴത്തേനും ഹോട്ടലിൻ്റെ നേരെ ഫ്രണ്ടിലിരിക്കുന്ന ഒരു ചെറിയൊരു കടയിൽ കയറിയിട്ട് ഹസ്ബൻഡ് പോയിട്ട് ഭക്ഷണം വാങ്ങിക്കൊണ്ട് വന്നു. ഞങ്ങൾ അതും കഴിച്ചിട്ട് എന്തായാലും ഷോപ്പിങ്ങിന് പോകാമെന്ന് കരുതി കേട്ടോ. നമ്മുടെ ഭക്ഷണത്തിൻ്റെ എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ ഹസ്ബൻഡ് പറയുന്നുണ്ട്. നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കണ്ടാൽ മതി. നമ്മുടെ ക്ഷേത്രത്തിൽ, അതായത് നമ്മൾ ഹോട്ടലിൻ്റെ പരിസരത്ത് തന്നെയായിട്ട് ഇവിടെ ഇഷ്ടംപോലെ കടകളുണ്ട് കേട്ടോ. നമുക്ക് രാത്രി ഇവിടെ വന്ന് കാണാനായിട്ട് ഭയങ്കര രസമാണ്. ഒരു പ്രത്യേക ഫീലാണ്. അറിയാമല്ലോ, ക്ഷേത്ര പരിസരം എന്ന് പറയുമ്പോൾ തന്നെ ആ ഒരു പാട്ടും അതുപോലെ ആളും ബഹളവും ഒക്കെ ആകുമ്പോഴത്തേക്ക്, ഒരു ഒച്ചപ്പാടും ഒക്കെ ആകുമ്പോഴത്തേക്ക് നമുക്ക് മൈൻഡ് ഭയങ്കര ഒരു റിലാക്സേഷനാണ്. തമിഴ്നാട്ടിലെ ദിണ്ടിഗൽ ജില്ലയിലെ പഴനിയിലാണ് കേട്ടോ പഴനി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ശിവപാർവതിമാരുടെ പുത്രനായ സുബ്രഹ്മണ്യൻ്റെ ഏറ്റവും പഴക്കം ചെന്ന ക്ഷേത്രങ്ങളിലൊന്നാണിത്. അതുപോലെ തന്നെ 6 പടവീടുകളിൽ ഒരു ക്ഷേത്രം കൂടിയാണിത്. പഴനി ശ്രീ ദണ്ഡായുധപാണി ക്ഷേത്രം എന്നാണ് ഇതിൻ്റെ പൂർണ്ണനാമം. ദണ്ഡും പിടിച്ചുകൊണ്ട് നിൽക്കുന്ന മുരുകൻ്റെ നവപാഷാണ നിർമ്മിതമായ പ്രതിഷ്ഠ ആയതിനാലാണ് ദണ്ഡായുധപാണി എന്ന് വിളിക്കുന്നത്. അതുപോലെ തന്നെ പഴനി ആണ്ടവൻ എന്ന പേരിൽ ഇവിടുത്തെ ഭഗവാൻ പ്രസിദ്ധനാണ്. പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ തന്നെ കേരളമായിട്ട് ഒരുപാട് ബന്ധമുണ്ട് ഈ ക്ഷേത്രത്തിന്. അറിവിൻ്റെ പഴമെന്ന അർത്ഥമുള്ള ജ്ഞാനപ്പഴം എന്ന വാക്കിൽ നിന്നാണ് പഴനി എന്ന സ്ഥലനാമം രൂപപ്പെട്ടത്. കേരളവുമായി ഏറ്റവും അടുത്ത സംസ്ഥാനമാണല്ലോ നമ്മുടെ തമിഴ്നാട്. അതുകൊണ്ട് തന്നെ ഈ പഴനി ക്ഷേത്രവും വളരെയധികം ബന്ധമുള്ളതാണ്. ഒരുപാട് മലയാളികളാണ് കേട്ടോ ഇവിടെ ഡെയിലി വരുന്നത്. സുബ്രഹ്മണ്യ സ്വാമി പഴനിയിൽ പടിഞ്ഞാറ് ദർശനമായാണ് ഇരിക്കുന്നത്, അതായത് കേരളത്തിന് അഭിമുഖമായിട്ട്. അതുകൊണ്ട് കേരളത്തിൻ്റെ അനുഗ്രഹദാതാവാണ് പഴനി ആണ്ടവനെന്ന് പറയുന്നത്. സുബ്രഹ്മണ്യനെ ജ്ഞാനപ്പഴമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. ഞാൻ എന്ന ഭാവം ഉപേക്ഷിച്ച് ജഗദീശ്വരനോട് താതാത്മ്യം പ്രാപിക്കുന്നു എന്ന അതിൻ്റെ പ്രതീകമായിട്ടാണ് കേട്ടോ തല മുണ്ടനം ചെയ്യുന്നത്. അതായത് മുട്ടയടിക്കത്തില്ല അത്. പിന്നെ തൈമാസത്തിൽ, അതായത് ജനുവരി 14, 15, പിന്നെ ഫെബ്രുവരി 12, 13 ഈ 2 ദിവസങ്ങളിലും ധാരാളം ഭക്തർ ഇവിടെ വരാറുണ്ട്. തൈമാസത്തിലെ പൗർണമി ദിവസമായ തൈപ്പൂയമാണ് പ്രധാനപ്പെട്ട ഉത്സവം. നവപാഷാണ രൂപിയായ പഴനി മുരുകനെ ദർശിക്കുന്നത് സകല ദുരിതങ്ങളും ശമിപ്പിക്കും എന്നാണ് വിശ്വാസം. അതുപോലെ തന്നെ 18 സിദ്ധവൈദ്യ മഹർഷിമാരിൽ ഒരാളായ ഭോഗരാണ് മുരുകൻ്റെ പ്രതിഷ്ഠ പളനിയിൽ സ്ഥാപിച്ചത്. നവപാഷാണത്തിൻ്റെ ഒരു പ്രത്യേക മിശ്രിതമാണത്രേ ഇതിന് ഉപയോഗിച്ചത്. വളരെ വേഗം ഉറയ്ക്കുന്ന ഒരു രാസമിശ്രിതമാണിത്. ഭോഗർ മഹർഷിയുടെ ഒരു ദേവാലയവും ക്ഷേത്രത്തിൻ്റെ തെക്ക് പടിഞ്ഞാറ് ഇടനാഴിയിൽ സ്ഥാപിക്കപ്പെട്ടിട്ടുണ്ട്. അവിടെയാണ് ഭോഗർ സമാധിയായതെന്ന് കണക്കാക്കപ്പെടുന്നുണ്ട്. ശരിക്കും ഞങ്ങൾക്ക് അങ്ങോട്ടേക്ക് പോകാനായിട്ട് പറ്റിയില്ല കേട്ടോ. ഞങ്ങൾ അവിടെ നിന്ന് തൊഴുത് കഴിഞ്ഞിട്ട് നേരെ എക്സിറ്റ് വഴി പുറത്തേക്കാണ് വന്നത്. ഹായ്, ഇന്ന് ഈവനിങ് ഞങ്ങൾ പളനി റീച്ചായി. ഇപ്പോൾ ഇരിക്കുന്ന സ്ഥലം വന്ന് ഒരു ഹോട്ടലാണ്, പൊന്നീസ് ഹോട്ടൽ. അഗോഡ ആപ്പിലാണ് ഞങ്ങൾ ബുക്ക് ചെയ്തത്. നല്ല ആവശ്യത്തിൽ നല്ല റേറ്റിംഗ് ഉണ്ടായിരുന്നു. 4 സ്റ്റാർ 5 സ്റ്റാർ 4 പോയിന്റ് സംതിങ് റേറ്റിംഗ് ഉണ്ടായിരുന്നു. സോ ഇവിടെ വന്നപ്പം ഈ ബിസിനസ് ക്ലാസ്സിലെങ്കിൽ നല്ല ഒരു സ്പേഷ്യസും നല്ലൊരു ആംബിയൻസും ഉണ്ട് ഈ ഹോട്ടലിന്. ഹോട്ടൽ നല്ല ഹോട്ടൽ തന്നെ, നല്ല സെറ്റപ്പ് തന്നെ. പക്ഷെ ഞാൻ ഇവിടെ തെറ്റ് ചെയ്ത് എൻ്റെ ത്രോട്ട് പെയിൻ ഉണ്ട്. ഇപ്പോൾ ഈ ഹോട്ടലിൻ്റെ ഓപ്പോസിറ്റ് ഒരു ലോക്കൽ സെറ്റപ്പിൽ ഒരു കട ഉണ്ട്. ശരി, നമുക്ക് അവിടെ പോയി വല്ലതും വാങ്ങിച്ചിട്ട് വന്ന് വെളിയിൽ വന്ന് ഇപ്പൊ കഴിച്ചപ്പോൾ ടിഫൻ വന്ന് ഭയങ്കര ബാഡായിരുന്നു. സോ നമ്മളുടെ ഹെൽത്ത് വന്ന് ഈസ് വെൽത്ത് ആണ്, അത് സത്യം തന്നെ. കാരണം നാളെ എങ്ങനെ ഈ മല കയറി എനിക്ക് അറിഞ്ഞുകൂടാ, ഈ തൊണ്ടവേദന വെച്ചാണ് എടുക്കുന്നത്. സോ നിങ്ങൾ ഈ പൈസ പോയാൽ കുഴപ്പമില്ല, അടുത്തിരുന്ന നല്ല ഹോട്ടൽ ആനന്ദ വെജ്, പിന്നീട് നിറയെ വെജ് റെസ്റ്റോറൻറ്റ്, നമ്മുടെ മലയാളം തമിഴ് ചേർന്ന് ഇവിടെ നിറയെ വെജ് റെസ്റ്റോറൻറ്റ്, സ്റ്റാൻഡേർഡ് ഉള്ള റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്. അവിടെ പോയിട്ട് കഴിക്കണം. കഴിച്ചിട്ട്
സോ കഴിച്ചിട്ട് വന്നിട്ട് നമുക്ക് പിന്നീട് നമുക്ക് നാളെ രാവിലെ തൊട്ട് നമുക്ക് ഈ മല കയറുന്ന സ്റ്റാർട്ടാവും. രാവിലെ 7 മണിക്ക് ഞങ്ങൾ ഇവിടെ നിന്ന് മുട്ട അടിച്ചിട്ടാണ് പിന്നീട് ഞങ്ങൾ മല കയറുന്നത്. ഫ്രഷപ്പ് ആയിട്ട് വന്നിട്ട് പിന്നീട് മല കയറും. സോ മല കയറുന്ന സമയത്ത് ഫോൺ ഇതും കൊണ്ടുപോകാൻ പാടില്ല. പിന്നീട് പോകുന്ന വഴിയിൽ നമ്മൾ നിറയെ പേര് വന്ന് നമ്മളുടെ ഈ പൂജേൻ്റെ തിങ്സ് വാങ്ങിക്കാൻ കമ്പൽ ചെയ്യും. പിന്നീട് അതിൻ്റെ നമ്മൾ മോസ്റ്റ്ലി അവിടെ നമ്മളൊന്നും മൈൻഡ് ചെയ്യേണ്ട, നമ്മളുടെ ദൈവത്തിനെ കണ്ടിട്ട് വന്നാൽ മതി. പിന്നീട് വേറൊരു കാര്യമുണ്ട്, നിങ്ങൾ മലയാളി എന്ന് അറിഞ്ഞാൽ മതി. ഇന്ന് കൂടെ നമുക്ക് ഒരു ഇൻസിഡന്റ് നടന്ന് വെളിയിൽ പോയി ഷോപ്പിംഗ് ചെയ്തപ്പോൾ നാം തമിഴ് സംസാരിച്ച്, പക്ഷെ എൻ്റെ വൈഫ് മലയാളം സംസാരിച്ചു. അവളെ കണ്ടുപിടിച്ച് മലയാളിയാണോ, എന്നെ കണ്ടുപിടിച്ചാൽ തമിഴിനെ അറിയാവുള്ളൂ. സോ മോസ്റ്റ്ലി നമ്മളിവിടെ ചീറ്റിങ് നിറയെ 100% ചാൻസ് ഉണ്ട്. ഏത് രീതിയിൽ അവരെ നമ്മളെ പറ്റിച്ച് ട്രൈ ചെയ്താലും നമ്മൾ ഒന്ന് വിഴുന്നു കൊടുക്കണ്ട. നമുക്ക് മെയിൻ കൺസേൺ ഒന്ന് ദൈവത്തിനെ കണ്ടിട്ട് നമ്മൾ വീട്ടിൽ പോയാൽ മതി, അത്രയും ചെയ്താൽ മതി. ഞങ്ങളിവിടെ ഫസ്റ്റ് ടൈമാണ് പറഞ്ഞത്. ഞങ്ങളുടെ ആൾറെഡി ഡ്രൈവറിന് ഒരു ഇൻസിഡൻറ്റ് നടന്നിട്ടുണ്ട്. സോ ലൈക്ക് മലേഷ്യയിൽ നിന്ന് ഒരു ഗസ്റ്റിനെ വന്ന് പിക്കപ്പ് ചെയ്ത് ഇവിടെ വന്നപ്പം പൂജ തിങ്സ് വാങ്ങിക്കണമെന്നും പറഞ്ഞിട്ട് 6000-7000 ബില്ല് അവർക്ക് കൊടുത്ത്. നിങ്ങൾ അതുപോലെ വല്ലത് ഇതുപോലെ പൂജാരിമാരാണ് മോസ്റ്റ്ലി ഇവിടെ ചീറ്റ് ചെയ്യണം നമ്മളെ. നിങ്ങൾ ആ ലൈനിൽ പോയി വീഴരുത്. മുട്ട അടിക്കാൻ നേരത്ത് നമ്മൾ ഒരു പൈസ ഒരു നമ്മളിപ്പോൾ ബാർബർ ഷോപ്പിൽ കൊടുത്ത് പൈസ കൊടുക്കില്ല, അതുപോലെ നമുക്കൊരു അതിൻ്റെ ഇതിന് വേണ്ടി നമുക്ക് കൊടുക്കാം. പിന്നീട് കൊടുത്ത് കഴിഞ്ഞിട്ട് മുട്ട അടിച്ചിട്ട് അവർ പറയും ഇത് കോവിലാണ്, എനിക്കും വല്ലതും തരണമെന്ന് അവർ കേൾക്കും. അവരുടെ പറഞ്ഞാൽ മതി ഇത്രയേ ഉള്ളൂ എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് വരാം. നിങ്ങൾ അവർക്ക് ചെറിയ എമൗണ്ട് വലുത് ചെറിയ 50 രൂപ 100 രൂപ അത്ര രീതി കുറച്ച് പൈസ കൊടുത്താൽ മതി. നിങ്ങൾക്ക് നിറയെ പൈസ കൊടുത്താൽ വീണ്ടും നമ്മൾ ചീറ്റ് ചെയ്ത് അവർ നമുക്ക് വലയിടും. നമ്മൾ പോയി വിഴുന്ന് ഇരുന്നാതെ മതി. അയ്യോ ദൈവം പറയാൻ വയ്യാണ്. വൺസ് നമ്മൾ ഇവിടെ നിന്ന് വെളിയിൽ പോയാൽ ഇവിടെ നമുക്ക് നിറയെ ഷോപ്പിംഗ് ഏരിയ ഉണ്ട്. ഷോപ്പിംഗ് ഏരിയാസ്, പിന്നീട് നിറയെ ഈ ഫാൻസി സ്റ്റോർ ഐറ്റംസ് ആണ് മോസ്റ്റ്ലി ഇവിടെ ഉള്ളത്. അതെല്ലാം നമുക്ക് പർച്ചേസ് ചെയ്യാം. അത് റീസണബിൾ. ഇത് നമുക്ക് തിങ്സ് വന്ന് മോസ്റ്റ്ലി ചൈനീസ് പ്രോഡക്റ്റ് ആണ്. അത്രയ്ക്കും ക്വാളിറ്റി ഒന്നുമില്ല. ജസ്റ്റ് 10 rupees 15 മാക്സിമം ഒരു 50 rupees റേഞ്ചിലും ഉണ്ട്. ടെമ്പററി നമുക്ക് യൂസ് ചെയ്യാം. ലേഡീസിൻ്റെയും പിന്നീട് നിറയെ കിഡ്സിൻ്റെ നിറയെ തിങ്സിലാണ്. ഹോട്ടലിൽ നിന്ന് ജസ്റ്റ് വാക്കബിൾ ഡിസ്റ്റൻസ് ആണ് ഈ മുട്ട അടിക്കുന്ന സംഭവം. സോ ഇവിടെ മുട്ട അടിച്ചിട്ട് വീണ്ടും ഇവിടെ റൂമിൽ ചെക്ക് ഇൻ ചെയ്ത് ഫ്രഷപ്പ് ആയിട്ട് വീണ്ടും മല കയറാൻ പോകും. മല കയറാൻ പോകാൻ നേരത്ത് നിറയെ ഇൻസിഡൻറ്റ് നമ്മുടെ ഡ്രൈവർ ഷെയർ ചെയ്തിട്ടുണ്ട്. മല കയറാൻ നിറയെ ട്രാവൽസ് ഉണ്ട്. ലൈക്ക് കേബിൾ കാറ്, പിന്നീട് സ്റ്റെപ്പ് വഴിയെ പോവാം. പിന്നെ പോകുന്ന വഴിക്ക് നിറയെ ഈ ഹോഴ്സ് റൈഡിങ്ങിലാണ് പറഞ്ഞ സംഭവം. നിറയെ വെണ്ടേഴ്സിൽ വന്ന് കയറാൻ പറയും. നിങ്ങൾ മോസ്റ്റ്ലി അവിടെ അവരെ എൻകറേജ് ചെയ്യേണ്ട. നെക്സ്റ്റ് ഡേ രാവിലെ ഒരു 4:30 ആയപ്പോഴത്തേക്കും ഹസ്ബൻഡ് മുട്ടടിക്കാനായിട്ട് പോയി. ഡ്രൈവർ ഫോൺ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പുള്ളിയും കൊണ്ടാണ് പോയത്. ഞാനും ആമിയും കുളിച്ച് റെഡിയായി നിൽക്കുമ്പോഴത്തേക്ക് ഹസ്ബൻഡ് പോയിട്ട് വരാമെന്ന് പറഞ്ഞു. അപ്പോൾ എന്തായാലും പോയിട്ട് വരുന്നതിനിടയിൽ ഞങ്ങൾ ഫ്രഷപ്പായി നിൽക്കുന്നുണ്ട്. സോ ഇന്ന് രാവിലെ മുട്ടടിക്കാൻ പോയപ്പോൾ ഫസ്റ്റ് പോയപ്പം നമ്മളുടെ പളനിൻ്റെ ഓപ്പോസിറ്റ് മുട്ടടിക്കാൻ്റെ സെൻറ്ററുണ്ട്. അവിടെ പോയിട്ട് ഫസ്റ്റ് ഒരു സ്ലിപ്പ് തരും. ആ സ്ലിപ്പ് ഇതാണ് ആ സ്ലിപ്പ്. ഈ സ്ലിപ്പ് കൊണ്ടുപോയിട്ട് ബാർബറിനെ കൊടുക്കണം. ഈ സ്ലിപ്പ് കൊണ്ടുപോയിട്ട് കൊടുത്തിട്ട് നിറയെ ഡയലോഗ്സ്லாம் പറയും. ഇതുപോലെ 100 രൂപ നേരെ വല്ലതും തരണമെന്നെല്ലാം പറയും. സോ ഞാൻ എല്ലാ ഡയലോഗ്സും കേട്ടിട്ട് മുട്ട അടിച്ച് കഴിഞ്ഞിട്ട് ഞാൻ വെറും ജസ്റ്റ് 100 rupees കണ്ടിട്ട് സ്മൈൽ ചെയ്തിട്ട് വന്നു. നമുക്കെല്ലാം മേലെ കയറാൻ വേണ്ടി ഫ്രീ ആണ്, പൈസ ഒന്നും കൊടുക്കണ്ട. താങ്ക് യു. പിന്നെ ക്ഷേത്രത്തിനുള്ളിൽ ഫോൺ കൊണ്ടുപോകാൻ പറ്റത്തില്ല കേട്ടോ. അപ്പോൾ ഞങ്ങൾ ബാഗിനകത്ത്, അതായത് റൂമിൽ തന്നെ ഫോണൊക്കെ വെച്ചിട്ടാണ് പോയത്. ഇപ്പോൾ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തതാണ് ഇറങ്ങുന്നതിന് മുന്നേ. അത് കഴിഞ്ഞിട്ട് തൊഴുതിട്ട് വന്നതിന് ശേഷം ഞങ്ങൾ സ്റ്റെപ്പ് വഴിയാണ് കയറിയത്. മലമുകളിൽ കയറിയിട്ട് വന്നിട്ട് പിന്നീട് രണ്ടാമതൊന്നും കൂടി ക്ഷേത്ര പരിസരത്തേക്ക് ഡ്രൈവറിനെ അന്വേഷിച്ച് പോയപ്പോഴത്തേക്കാണ് കേട്ടോ ഈ ഒരു വീഡിയോ എടുത്തിട്ടുള്ളത്. ആദ്യം പോയപ്പോൾ ഫോൺ കൊണ്ടുപോയില്ല. ഭയങ്കര റിസ്ക്കാണ് ഫോൺ കൊണ്ടുപോകുന്നത്. അവിടെ പിടിച്ചൊക്കെ വെച്ചേക്കും. ഞങ്ങൾ അതുകൊണ്ട് കൊണ്ടുപോയില്ല കേട്ടോ. ഞങ്ങളുടെ ഡ്രൈവർ പ്രത്യേകം പറഞ്ഞിരുന്നു
ഫോൺ എടുക്കണ്ടെന്ന്. ഞങ്ങൾ രാവിലെ ഒരു 5:30 ആയപ്പോഴത്തേക്കും ക്ഷേത്രത്തിലേക്ക് കയറാനായിട്ട് രാവിലെ എഴുന്നേറ്റ് കുളിച്ച് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എനിക്കാണെങ്കിൽ ഈ സൈനസിൻ്റെ പ്രശ്നം ഉള്ളതുകൊണ്ട് മുഖമൊക്കെ ആകെ അങ്ങോട്ട് വീർത്ത് കെട്ടിയിരിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ എന്നെ ഹസ്ബൻഡ് കളിയാക്കിയതാണ്, മംഗോളിയൻ പോലെ ഇരിക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ട്. ഞങ്ങളങ്ങനെ പിന്നെ എനിക്ക് വെയിലടിച്ച് കഴിയുമ്പോഴത്തേക്കും പ്രശ്നമില്ല കേട്ടോ, മുഖം ഒന്ന് റെഡിയാവും. പക്ഷേ അവർ രാവിലത്തെ തണുപ്പും മഞ്ഞൊക്കെ അടിക്കുമ്പോഴത്തേക്കും മുഖം ഭയങ്കരമായിട്ടൊരു ഇതാവും. ഞങ്ങൾ ക്ഷേത്രത്തിൽ പോയി രാവിലെ 5:30 ആയപ്പോഴത്തേക്കും പോയി തൊഴുതു. അതിന് മുന്നേ തന്നെ ഹസ്ബൻഡ് അതിരാവിലെ 4 മണിക്ക് പോയിട്ട് മുട്ടയടിച്ചിട്ട് വന്നു. അപ്പം മുട്ടയടിച്ച് കഴിഞ്ഞിട്ടാണ് നമ്മൾ ക്ഷേത്രത്തിൽ കയറേണ്ടത്. മുട്ടയടിച്ച് കഴിഞ്ഞാൽ ക്ഷേത്രത്തിൽ കയറണമെന്നുണ്ട് കേട്ടോ. ഹസ്ബൻഡാണെങ്കിൽ ചന്ദനമൊന്നും തേച്ചിട്ടുണ്ടായില്ല, കാരണം ഇന്ന് തന്നെ നമ്മൾ ട്രെയിനിൽ തിരികെ പോകുന്നതാണ്. അതുകൊണ്ട് ചന്ദനം തേച്ചില്ലായിരുന്നു. പക്ഷേ ചന്ദനം കൂടി തേക്കണം, എന്നാലാണ് എൻ്റെ ഒരു പൂർണ്ണത വരുള്ളൂ എന്നാണ് പറയുന്നത്. തലയിൽ തണുപ്പൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ചന്ദനം തേക്കേണ്ടത്. പിന്നെ ഞങ്ങൾ നേരെ വന്നിട്ട് 1-2 ക്ഷേത്രങ്ങളിലും കൂടി കയറിയിട്ടുണ്ട്. തൊട്ടടുത്തതിനുള്ള മുരുക ക്ഷേത്രങ്ങളിലാണ് കേട്ടോ. ഈ ക്ഷേത്രത്തിൻ്റെ പേര് ഞാൻ ഓർക്കുന്നില്ല. പോകുന്ന വഴിയിൽ ഒരുപാട് കടകളിൽ മലയാളത്തിലും കൂടി എഴുതി വെച്ചിട്ടുണ്ട്. ഗണപത് ഗ്രാൻഡ് എന്ന് പറയുന്ന ഈ ഒരു റെസ്റ്റോറൻറ്റിൽ നിന്നാണ് ഞങ്ങൾ ഭക്ഷണം കഴിച്ചത് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ്. ഇതിനിടയിൽ നമ്മുടെ ഡ്രൈവറിനെ മിസ്സായി പോയിരുന്നു കേട്ടോ. നമ്മൾ പളനിമലയിൽ കയറിയിട്ട് തിരികെ വരുമ്പോഴത്തേക്കും ഡ്രൈവറിനെ കാണുന്നില്ല. ഞങ്ങൾ ശരിക്കും പെട്ടെന്ന് ഇറങ്ങിയതാണ്. പുള്ളി ഞങ്ങളവിടെ വെയിറ്റ് ചെയ്ത് നിന്നിരുന്നു. പിന്നെ ലാസ്റ്റ് കണ്ടുപിടിക്കുകയുണ്ടായി. അങ്ങനെ ഒരു സംഭവം കൂടി ഇതിനിടയിൽ നടന്നായിരുന്നു കേട്ടോ. പക്ഷേ എന്തായാലും എല്ലാം നല്ല രീതിയിൽ തന്നെ തൊഴുത് മനസ്സറിഞ്ഞ് പ്രാർത്ഥിച്ച് അവിടെ നിന്ന് കുറച്ച് പ്രസാദങ്ങളും കാര്യങ്ങളൊക്കെ മേടിച്ചിട്ട് ഞങ്ങൾക്ക് ഇവിടുന്ന് 12 മണിക്ക് ചെക്ക് ഔട്ട് ഉണ്ട്. അപ്പോൾ ഇവിടുന്ന് 12 മണിക്ക് ഇറങ്ങണം. അപ്പോൾ ഞങ്ങളൊരു 11:30 ആയപ്പോഴത്തേക്ക് ഇവിടെ നിന്ന് ഇറങ്ങിയായിരുന്നു. പിന്നെ നേരെ നമുക്ക് വൈകുന്നേരം 6 മണിക്കാണ് ട്രെയിനുള്ളത്, അതായത് ചെന്നൈയിലോട്ടുള്ള ട്രെയിന്, പഴനിയിൽ നിന്ന് ട്രെയിനുള്ളത്. അപ്പോൾ എന്തായാലും അത്രയും സമയം നമ്മളിവിടെ എവിടെ നിൽക്കും എന്നുള്ളത് ഭയങ്കര ഒരു ടെൻഷനും കൺഫ്യൂഷനൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഡ്രൈവറോട് കാര്യം പറഞ്ഞപ്പോഴത്തേക്കും അവരുടെ പാക്കേജിൽ ഇത് ഉൾപ്പെടുന്നതല്ല, പക്ഷേ എക്സ്ട്രാ ക്യാഷ് ഞങ്ങൾ കൊടുത്തിട്ട് ഇവിടെ അടുത്തുള്ള ഏതെങ്കിലുമൊക്കെ സ്ഥലങ്ങൾ കാണിക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ പളനിയിൽ കണ്ടിരിക്കേണ്ട ഒരു അടിപൊളി സ്ഥലമാണിത്. വരദമാനതി ഡാം എന്ന് പറയും, ഭയങ്കര ഫേമസ് ആണ്. പക്ഷേ ശരിക്കും ഒരുപാട് പേര് ഇത് വരാത്തൊരു സ്ഥലം കൂടിയാണ് കേട്ടോ. ഇവിടുത്തെ ലോക്കൽ ആൾക്കാരൊക്കെ വരുന്ന സ്ഥലമാണ്, പക്ഷെ നമ്മളെപ്പോലുള്ള ടൂറിസ്റ്റുകൾ മിസ് ചെയ്യുന്നൊരു സ്ഥലം കൂടിയാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് പളനിയിൽ വരുന്നവർക്ക് വർത്തായിട്ട് കാണാൻ പറ്റിയൊരു അടിപൊളി സ്ഥലമാണ് കേട്ടോ. അപ്പോൾ ഈ സ്ഥലം നിങ്ങൾ വീഡിയോയിൽ കാണുമ്പോൾ തന്നെ മനസ്സിലാവില്ലേ, നല്ലൊരു ഭയങ്കര റിലാക്സ്ഡ് ആയിട്ടുള്ളൊരു സ്ഥലമാണ്. ഇതൊരു ഡാമാണ് കേട്ടോ, വരദമാനതി ഡാം എന്ന് പറയും. അപ്പോൾ ഇവിടെ നിന്ന് കുറേ സ്റ്റെപ്പുകൾ മേലോട്ടേക്ക് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതുവഴി നമ്മൾ കയറി മേലെ പോകണം. അപ്പോൾ ഈ സ്ഥലം നോക്കിയേ, ഹരിതാപവും പച്ചപ്പും ഒക്കെ ആയിട്ട് അടിപൊളിയാണ് കേട്ടോ. വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. എനിക്ക് തോന്നുന്നത് ഞാൻ ആദ്യമായിട്ടാണ് തമിഴ്നാട്ടിലൊരു ഡാമിൽ ഫസ്റ്റ് ടൈമാണ് വരുന്നത്. ഇതുവരെ ഞങ്ങൾ അങ്ങനെ പോയിട്ടൊന്നുമില്ല, ഞാൻ പോയിട്ടില്ല. അപ്പോൾ എനിക്കിത് കണ്ടപ്പോഴത്തേക്കും നാടാണ് ഓർമ്മ വന്നത്, നമ്മുടെ നാട് പോലെ ഇരിക്കുന്നുണ്ട്. പിന്നെ ഈ ഒരു മലയ്ക്ക് മേലെ കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അതായത് ഡാമിൻ്റെ മേലെ പോർഷനിലേക്ക് വരുമ്പോഴത്തേക്കും മലനിരകൾ ഇങ്ങനെ കാണപ്പെടും, ഭയങ്കര രസമാണ്. പിന്നെ ഇവിടെ നിന്ന് നോക്കുമ്പോഴത്തേക്കും നമുക്ക് പളനി മലയും കാണാനായിട്ട് പറ്റും കേട്ടോ. പിന്നെ ഇവിടെ ഇപ്പോൾ സന്ദർശകർ വന്നിട്ടില്ല, കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊരു വീക്ക് ഡേ ആയിരുന്നല്ലോ. പിന്നെ മാത്രമല്ല സൺഡേയും അതുപോലെ ഹോളിഡേയ്സിലൊക്കെയാണ് ഒരുപാട് ആളുകൾ വരുന്നത്. വൈകുന്നേരങ്ങളിൽ വിശ്രമിക്കാനും അതുപോലെ ഫോട്ടോഷൂട്ടൊക്കെ ഇല്ലേ, ഈ വെഡ്ഡിങ് ഫോട്ടോഷൂട്ട് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ എടുക്കാനായിട്ട് ഇവിടെ അടിപൊളി സ്ഥലമാണ് കേട്ടോ. നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോഴേ മനസ്സിലാവില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ പളനിമല. നമുക്ക് ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാണാനായിട്ട് പറ്റും, ചെറുതായിട്ട് കാണാൻ പറ്റും. ഞാനിപ്പോൾ സൂം ചെയ്ത് നിങ്ങൾക്ക് കാണിച്ചതാണ്. അങ്ങനെ ഞങ്ങൾ സ്റ്റെപ്പ് വഴി കയറി നേരെ മേലേക്ക് വന്നപ്പോഴത്തേക്ക് നോക്കി എന്ത് ഭംഗിയായിട്ടാണ് കിടക്കുന്നത് ഈ ഒരു സ്ഥലം എന്ന് പറയുന്നത്. ശരിക്കും ഞങ്ങൾക്ക് ഒരുപാട് സമയം ഉണ്ടായിരുന്നു കേട്ടോ ഇവിടെ വന്ന് സ്പെൻഡ് ചെയ്യാനായിട്ട്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ കുറേ നേരം ഇവിടെ ഇരുന്നു. പക്ഷേ ഞങ്ങൾ വന്നത് നട്ടുച്ചയ്ക്ക് 12 മണിക്ക് ആയതുകൊണ്ട് ആ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു കേട്ടോ. ഭയങ്കര വെയിലായിരുന്നു. പക്ഷേ ഇവിടെ വന്ന് നിന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അത്രയും ചൂട് അനുഭവപ്പെടില്ല, കാരണം ഈ ഒരു ആറിങ്ങനെ കിടക്കുന്നതുകൊണ്ടും പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല തണുത്ത കാറ്റാണ് അടിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ ഇവിടെ നിന്നിട്ട് കുറേ വീഡിയോയും ഫോട്ടോസൊക്കെ എടുത്ത് നല്ല നല്ല ഫോട്ടോസ് കിട്ടിയായിരുന്നു. പിന്നെ നല്ല പകൽ വെളിച്ചത്തിൽ നല്ല വീഡിയോസൊക്കെ എടുക്കാനായിട്ട് പറ്റിയ സ്ഥലമാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു മല ഇരിക്കുന്ന കണ്ടപ്പോഴത്തേക്കും ഞാനിങ്ങനെ അത്ഭുതത്തോടെ നോക്കുന്നുണ്ട്.
പിന്നെ കുറച്ച് വീഡിയോസൊക്കെ ഞാൻ ആമിയെ കൊണ്ടെടുപ്പിച്ചു. പിന്നെ ഞാനും ഹസ്ബൻഡും മോളും ഒക്കെ നിന്നിട്ട് കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു. ഞങ്ങളോടൊപ്പം ഡ്രൈവർ മേലെ കയറിയിട്ടില്ല കേട്ടോ. പുള്ളി താഴെ വണ്ടിയിലിരിക്കുകയാണ്. ഞങ്ങളോട് മേലെ കയറി കുറേ നേരം ടൈം സ്പെൻഡ് ചെയ്തിട്ട് വന്നാൽ മതി എന്ന് പറഞ്ഞു. കാരണം നമുക്ക് ഇഷ്ടംപോലെ സമയം കിടക്കുകയാണല്ലോ, അതുകൊണ്ടാണ്. അപ്പോൾ ഇത് പളനിമലയിൽ നിന്ന് തൊട്ടടുത്ത് തന്നെയാണ്, ഒരുപാട് ദൂരമൊന്നുമില്ല. വരദമാനതി ഡാം എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഒരു ലൊക്കേഷൻ നിങ്ങൾക്ക് അറിയില്ല എങ്കിൽ ഈ വീഡിയോ കണ്ടിട്ട് ആരെങ്കിലും പളനിക്ക് പോകാനായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പോയി കാണണം കേട്ടോ. ഞങ്ങളുടെ ന്യൂ ഇയർ ശരിക്കും ഭയങ്കര രസമായിരുന്നു. കാരണം പുതുവർഷത്തിൽ ഞങ്ങൾ പുതിയൊരു സ്ഥലം, അതും നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു നാച്ചർ ബ്യൂട്ടി എന്നൊക്കെ പറയില്ലേ, അങ്ങനത്തെ ഒരു സ്ഥലത്ത് നമ്മൾ വന്ന് നമുക്ക് കാണാൻ പറ്റിയ ശരിക്കും ഒരു സ്വർഗം പോലൊരു സ്ഥലം തന്നെയാണ് കേട്ടോ. ഇങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ നമ്മൾ ഒരുപാട് മിസ് ചെയ്യും. ശരിക്കും നമ്മുടെ നാട്ടിൽ പോലും ഞാൻ ഇങ്ങനെ ഇത്രയും ഭംഗിയുള്ളൊരു സ്ഥലം കണ്ടിട്ടില്ല കേട്ടോ. ഞാൻ എപ്പോഴും വിചാരിക്കുന്നത് നമ്മുടെ കേരളത്തിലാണ് ഒരുപാട് മലനിരകളും ഇങ്ങനത്തെ പച്ചപ്പും ഹരിതാവയൊക്കെ ഉള്ളതെന്ന്. പക്ഷേ അല്ല, എനിക്ക് തോന്നുന്നത് തമിഴ്നാട്ടിലാണ് ഏറ്റവും കൂടുതൽ ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലങ്ങളുള്ളതെന്ന് തോന്നുന്നു. കുറേ നേരം ഇവിടെ നിന്ന് ടൈമൊക്കെ സ്പെൻഡ് ചെയ്തതിന് ശേഷം ഞങ്ങൾ താഴേക്ക് ഇറങ്ങി. വരുന്ന വഴിക്ക് നോക്കിയപ്പോഴത്തേക്ക് ആ സ്റ്റെപ്പ് വഴി ഇറങ്ങുമ്പോഴത്തേക്കും ഉണ്ട് പുതിയൊരു ടൈപ്പ് ബേർഡ്. ഞാൻ ആദ്യമായിട്ടാണ് ഈ ഒരു കിളിയെ കാണുന്നത്. അതിൻ്റെ ഭംഗി കണ്ട് കുറേ നേരം നോക്കി നിന്നു പോയി കേട്ടോ. അപ്പോൾ ഞാനും ആമിക്ക് ഇങ്ങനെ കാണിച്ചൊക്കെ കൊടുത്തു. ഇതുപോലെ പുതിയ പുതിയ പക്ഷികളെയൊക്കെ കാണുമ്പോഴത്തേക്ക് അതിൻ്റെ കളറൊക്കെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു സന്തോഷമല്ലേ. പിന്നെ പ്രത്യേകിച്ച് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളൊരു കാര്യമാണ്, നമ്മൾ പച്ച കളറ് അല്ലെങ്കിൽ മരങ്ങൾ, ചെടികൾ, ഇതൊക്കെ നമുക്ക് കാണുമ്പോഴത്തേക്കും നമ്മുടെ മനസ്സിന് ഭയങ്കര ഒരു റിലാക്സേഷനും അതുപോലെ തന്നെ ഒരു പ്രത്യേക ഒരു സന്തോഷമൊക്കെ തോന്നാറുണ്ടല്ലേ. അപ്പോൾ ആ ഒരു സന്തോഷം ഞങ്ങൾക്ക് അനുഭവിക്കാനായിട്ട് പറ്റി. പിന്നെ നേരെ നമ്മൾ വന്നിട്ട് ഭക്ഷണം കഴിക്കാനായിട്ട് കയറിയിട്ടുണ്ട്. അത് ഇവിടെ അടുത്ത് തന്നെ ഒരു ഹോട്ടലിലാണ് കേട്ടോ. അപ്പോൾ ഈ ഹോട്ടലിൻ്റെ നേരെ ഫ്രണ്ടിൽ വന്ന് നോക്കിയപ്പോഴത്തേക്കും ഉണ്ട് പളനിമലയിലേക്ക് പോകുന്നതിനുള്ള കേബിൾ കാറും കാര്യങ്ങളൊക്കെ കണ്ടതാണ് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ നമുക്ക് സമയം കിടക്കുമല്ലേ, ഒരു 2 മണിയൊക്കെ ആയപ്പോഴത്തേക്കും ഞങ്ങൾ എന്തായാലും ഇവിടെ വന്ന് ഭക്ഷണം കഴിച്ചതിന് ശേഷം ഇവിടെ തൊട്ടടുത്ത് തന്നെ ഒരു പാർക്കുണ്ട്. അതും ഇവിടുത്തെ പളനിയിൽ ഫേമസ് തന്നെയാണ്. ഇത് മെയിൻ റോഡിലാണ് വരുന്നത്. അപ്പോൾ ഇവിടെ വന്ന് കുറച്ച് നേരം ടൈം സ്പെൻഡ് ചെയ്യാമെന്ന് വെച്ചാൽ നമുക്ക് എങ്ങനെയെങ്കിലും സമയം പോകണം, അതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇങ്ങോട്ടേക്ക് വന്നത്. അങ്ങനെ എന്തായാലും ആമിക്ക് ഒന്ന് റിലാക്സ് ആവുമല്ലോ എന്ന് വിചാരിച്ചിട്ട് വന്നതാണ്. ശരിക്കും ഇന്ന് സ്കൂളൊക്കെ ഉള്ള കാരണം കൊണ്ട് വലിയ തിരക്കില്ല, ഇല്ലെങ്കിൽ ഇവിടെയൊക്കെ ഭയങ്കര തിരക്കെന്നാണ് പറഞ്ഞത്. അപ്പം നമുക്കും ഒന്ന് റിലാക്സ്ഡ് ആവാനായിട്ട് പറ്റി. അപ്പോൾ ഈ പാർക്കിൽ വന്നിട്ട് ഈ 1-2 റൈഡിലൊക്കെ ഞങ്ങൾ കയറിയായിരുന്നു. പിന്നെ നമുക്ക് മാക്സിമം ടൈം ഇവിടെ നിന്ന് സ്പെൻഡ് ചെയ്യാമല്ലോ, അതുകൊണ്ട് ഹസ്ബൻഡ് എന്തായാലും ഇവിടെ വന്നിട്ട് ഒരു ജിഗർദണ്ഡ കൂടി കഴിക്കാൻ വേണ്ടി വലിയ കാര്യത്തിൽ മേടിച്ച് കഴിച്ചു കേട്ടോ. പക്ഷേ ഭയങ്കര മോശമായിരുന്നു എന്ന് പറഞ്ഞു, ഒട്ടും കൊള്ളത്തില്ല എന്നാണ് പറഞ്ഞത്. ഞങ്ങളുടെ ഇത്തവണത്തെ ജിഗർദണ്ഡ 2 കഴിച്ചതും ഫ്ലോപ്പായി പോയി. പിന്നെ ഞങ്ങൾ നേരെ വരുന്നത്, ഞങ്ങൾ ഡ്രൈവർ കൊണ്ടുവന്നത് പാലാർ ഡാമിലേക്കാണ്. അതും ഇവിടെ നിന്ന് അടുത്ത് തന്നെയാണ്. പാലാർ ഡാം അത്യാവശ്യം എല്ലാവർക്കും അറിയാവുന്ന സ്ഥലമാണ്. ഇവിടെ വെച്ചിട്ട് 1-2 സിനിമ ഷൂട്ടിംഗ് ഒക്കെ എടുത്തിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. 1-2 സോങ്സ് ഒക്കെ ഇവിടെ വെച്ച് ഷൂട്ട് ചെയ്തിട്ടുണ്ട് അത്രേ. അപ്പോൾ നമ്മളിതിലേക്ക് കയറി ഉള്ളിലേക്ക് വരുമ്പോഴത്തേക്കും തൊട്ട് സൈഡിലായിട്ട് കള്ളിമുൾ ചെടിയൊക്കെ ഇങ്ങനെ വളർന്നു നിൽക്കുന്നതാണ്. കള്ളിമുൾ ചെടിയാണെന്ന് തോന്നുന്നു, അതുപോലെ ഉണ്ട്. പിന്നെ തൊട്ടപ്പുറത്തായിട്ട് ഒരു ചെറിയൊരു ഒരു ക്ഷേത്രം പോലെ പണിതിട്ടുണ്ടായിരുന്നു. ക്ഷേത്രമല്ല, ചെതൽപ്പുറ്റി ഇങ്ങനെ വന്നിട്ട് അങ്ങനെ ചെയ്യത്തില്ല, അങ്ങനത്തെ ഒരു സംഭവം. 1978 ഈ ഒരു ഡാം നിർമ്മിച്ചതെന്നാണ് പറയപ്പെടുന്നത്. 17,000 ഏക്കറിലോളം വ്യവസായത്തിന് വേണ്ടിയിട്ട് ഇവിടെ നിന്ന് വെള്ളം എടുക്കുന്നുണ്ടെന്നാണ് കേട്ടോ പറയുന്നത്. അപ്പോൾ ഈ ഡാം കാണുമ്പോഴത്തേക്ക് മനസ്സിലാവില്ല, നമ്മൾ നേരത്തെ കണ്ട വരദമാനതി ഡാമിനേക്കാളും കുറച്ചും കൂടി വലുതാണ്. ഏകദേശം അതേപോലെ തന്നെയാണ് കൺസ്ട്രക്റ്റ് ചെയ്തേക്കുന്നത്. പിന്നെ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറയുമ്പോൾ സിൽവർ കാസ്കേഡ് ഇല്ലേ, നമ്മുടെ കൊടൈക്കനാൽ കണ്ടിട്ടുള്ള അവിടെ നിന്ന് വരുന്ന വെള്ളമാണ് ഈ നദിയിൽ കാണപ്പെടുന്നതെന്നാണ് പറയുന്നത്. പിന്നെ ഇവിടെ വന്ന് നോക്കുവാണെങ്കിൽ ഒരു സൈഡിൽ പളനിമലയും മറ്റേ സൈഡിൽ കൊടൈക്കനാലും കാണാൻ പറ്റുമെന്നാണ് കേട്ടോ പറയുന്നത്. ഇതും ഭയങ്കര രസമായിരുന്നു കാണാനായിട്ട്. ഈ വെള്ളത്തിനപ്പുറത്തേക്ക് കിടക്കുന്ന ഭാഗം ഫുള്ള് കൊടൈക്കനാലും ഈ പച്ചപ്പ് പിടിച്ച് കിടക്കുന്ന ഈ ഒരു സ്ഥലം കണ്ടോ, ഇതൊക്കെ പളനിയുടെ സ്ഥലമെന്നാണ് പറയുന്നത്. അപ്പോൾ ഒരു ഡാമിൻ്റെ അക്കരെ ഇക്കരെയായിട്ട് ലെഫ്റ്റിലും റൈറ്റിലും 2 സ്ഥലമാണ് നമ്മൾ കാണുന്നത്. 2 സ്ഥലവും നമ്മൾ പോയിട്ടുള്ള സ്ഥലമാണ്. അപ്പോൾ അതേ നോക്കിയേ, ഈ പാടമൊക്കെ കാണാനായിട്ട് എന്ത് ഭംഗിയാന്ന് നോക്കിയേ. ഇവിടെയൊക്കെ ഒരുപാട് സിനിമ ഷൂട്ടിംഗ് എടുത്തിട്ടുണ്ടെന്നാണ് കേട്ടോ പറയുന്നത്.
പിന്നെ അവിടെ 2-3 പയ്യന്മാർ നിന്നിട്ട് മീനൊക്കെ പിടിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഇപ്പോൾ വൈകുന്നേരം സമയമായ കാരണം കൊണ്ട് ആളില്ല. ശരിക്കും രാവിലെ വരണമെന്നാണ് കേട്ടോ പറഞ്ഞത്. രാവിലെ വരുവാണെങ്കിൽ അതിരാവിലെ ഒരു 4-5 മണി ആ ഒരു ടൈമിലൊക്കെ വരുവാണെങ്കിൽ മീൻ പിടിക്കുന്നത് കാണാനായിട്ട് പറ്റും അത്രേ. പരിസരം എന്ന് പറയും, കുട്ടവഞ്ചിയില്ലേ, അതിൽ പോയിട്ട് ആളുകളിങ്ങനെ മീൻ പിടിച്ച് കൊണ്ടുവന്നിട്ട് ഇവിടെ തൊട്ടപ്പുറത്ത് തന്നെ താഴേക്ക് 1-2 മീൻ കടകളുണ്ട്, ഷോപ്പുകളുണ്ട്. അവരവിടെ കൊണ്ടുപോയി വിൽക്കും. നമുക്ക് പോയിട്ട് മേടിക്കാം എന്നാണ് പറയുന്നത്. ഞങ്ങൾ വലിയ കാര്യത്തിൽ മീൻ പിടിക്കുന്നുണ്ടോ എന്ന് നോക്കാനായിട്ട് വന്നപ്പോഴത്തേക്കും ഇപ്പോൾ വൈകുന്നേരം സമയമായതുകൊണ്ട് അവരതൊക്കെ നിർത്തി വെച്ചേക്കാണ്. ഇപ്പോൾ ഈ കുട്ടികൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അവരിവിടെ ചൂണ്ടയിട്ടിട്ട് മീൻ പിടിക്കുന്നതാണ് കേട്ടോ. പയ്യന്മാരാണ്. അത് വലിയ ബിസിനസ്സിനും കാര്യത്തിനൊന്നും അല്ലാന്ന് തോന്നുന്നു. അവരുടെ ആവശ്യങ്ങൾക്ക് എന്തോ മീൻ പിടിക്കുന്നതാണ്. പിന്നെ ശരിക്കും ഈ സ്ഥലത്ത് വന്നിട്ട് എനിക്ക് തിരിച്ച് പോകാനൊന്നും തോന്നിയില്ല കേട്ടോ. അത്രയ്ക്കും ഭയങ്കര രസമായിരുന്നു. ഞാൻ ഹസ്ബൻഡിനോട് പറയുകയും ചെയ്തു നമുക്കിവിടെ കുറച്ച് സ്ഥലം വാങ്ങി വീട് വയ്ക്കാമെന്ന്. അത്രയ്ക്കും ഭയങ്കര രസമുള്ളൊരു സ്ഥലമാണ്. അപ്പോൾ ഈ ഒരു സ്ഥലവും പാലാർ ഡാം എന്നാണ് പറയുന്നത്. ഈ സ്ഥലവും നിങ്ങൾ മിസ് ചെയ്യരുത് എന്തായാലും. ഇതൊക്കെ പളനിക്ക് അടുത്ത് സ്ഥിതി ചെയ്യുന്ന സ്ഥലങ്ങളാണ് കേട്ടോ. പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നമുക്ക് ഇവിടെ നിന്ന് റെയിൽവേ സ്റ്റേഷനും ഇവിടെ നിന്ന് തൊട്ടടുത്താണ്. റെയിൽവേ സ്റ്റേഷനിൽ നിങ്ങൾക്ക് വന്ന് ലേറ്റായിട്ടൊക്കെയാണ് ട്രെയിൻ എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും വന്നിരുന്നിട്ട് സ്പെൻഡ് ചെയ്തിട്ട് പോകാനായിട്ട് പറ്റും. നമ്മളിപ്പോൾ വന്നതുപോലെ ഒരു വൈകുന്നേരം ടൈമിൽ നിങ്ങൾ വരാനായിട്ട് ശ്രമിക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കുറേ നേരം ഇവിടെ ഇരിക്കാനായിട്ട് പറ്റും. വൈകുന്നേരം ഇവിടെ തൊട്ടടുത്ത് ക്ഷേത്രങ്ങളുണ്ടെന്ന് തോന്നുന്നു. അവിടെ നിന്ന് പാട്ടൊക്കെ കേൾക്കാനായിട്ട് ഭയങ്കര രസമായിരുന്നു. പിന്നെ ഇത് ഈ കാണുന്നില്ലേ, ഒരു വൈ ഷേപ്പിലൊരു വെള്ള കളറിൽ കാണുന്നില്ലേ, അത് മലഞ്ചെരുവിൽ നിന്നും വെള്ളം വരുന്നതിൻ്റെ അച്ചെന്നാണ് പറഞ്ഞത്. അത് വെള്ളമല്ല ശരിക്കും. ആ നല്ല മഴ പെയ്യുന്ന സമയത്ത് മലഞ്ചെരുവിൽ നിന്ന് കുത്തൊഴുക്കിനിങ്ങനെ വെള്ളം ഈ വൈ ഷേപ്പിൽ ഈ നമ്മുടെ ആറിലേക്ക് വരുമെന്നാണ് കേട്ടോ ഡ്രൈവർ നമുക്ക് പറഞ്ഞു തന്നത്. ഇപ്പോൾ നമുക്ക് കാണുമ്പോഴത്തേക്ക് അതൊരു വെള്ളം പോലെ തോന്നുമെങ്കിലും പക്ഷെ അത് അച്ചാണെന്നാണ് പറഞ്ഞത്. ഇപ്പോൾ വെയിലായ കാരണം കൊണ്ട് വെള്ളമില്ല. നല്ല മഴ സീസണിൽ വെള്ളം വരും അത്രേ. കുറേ നേരം ഞാനിങ്ങനെ ഈ ഒരു ആറൊക്കെ ഇങ്ങനെ നോക്കി നിന്നു. എനിക്ക് കുറേ നേരം ഇങ്ങനെ റിലാക്സ്ഡ് ആയിട്ട് ഇരിക്കാനായിട്ട് പറ്റിയൊരു സ്ഥലം ഞാനും അന്വേഷിച്ച് നടക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ കുറേ നേരം ഇവിടെ നിന്നായിരുന്നു. അപ്പോൾ ഈ ഒരു ചെറിയ കിളിയെ കണ്ടു. ഇത് കുറേ നേരമായിട്ട് ഞങ്ങളുടെ ഫ്രണ്ടിൽ കൂടി നടന്നു പോകുന്നുണ്ട്. അപ്പോൾ ഇത് ഭയങ്കര ഓട്ടമാണ് കേട്ടോ. നമുക്ക് വീഡിയോ എടുക്കാനൊന്നും കിട്ടില്ല. പിന്നെ ഇത് കണ്ടോ, തുമ്പപ്പൂവാണ്. നമ്മുടെ നാട്ടിൽ ഏറ്റവും ഫേമസ് ആയിട്ടുള്ളൊരു സാധനമാണ് തുമ്പപ്പൂവ്. തമിഴ്നാട്ടിൽ വന്നിട്ട് ഞാൻ നമ്മുടെ സ്ഥലത്തും കണ്ടിട്ടുണ്ട്, ഇത് ചെന്നൈയിൽ. പിന്നെ ഇവിടെയാണ് പിന്നീട് ഞാൻ കാണുന്നത്. നമ്മുടെ നാട്ടിലിപ്പോൾ കാണാൻ പോലും കിട്ടുന്നില്ലല്ലേ. ഓണത്തിനൊക്കെ തുമ്പപ്പൂവൊക്കെ വെച്ചിട്ടല്ലേ നമ്മൾ അത്തപ്പൂക്കൾ ഇടുന്നത്. അപ്പോൾ തുമ്പപ്പൂവ് കണ്ടപ്പോഴത്തേക്കും ഒരു ക്യൂരിയോസിറ്റി കൊണ്ട് ഞാൻ കുറച്ച് വീഡിയോ എടുത്തതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ നേരത്തെ മീൻ വിൽക്കുന്ന കടകളുണ്ടെന്ന്. അപ്പോൾ ഇതാണ് മീൻ വിൽക്കുന്ന കടകൾ. പിന്നെ അതേ കുട്ടവഞ്ചി നേരത്തെ ഇട്ടേക്കുന്നുണ്ടോ, ഇതിലാണ് അവർ പോയിട്ട് മീനൊക്കെ പിടിക്കുന്നത്. ഇപ്പോൾ എല്ലാം എടുത്ത് പെറുക്കി വെച്ചേക്കുവാണ്. പിന്നെ ആ നിൽക്കുന്ന നായയെ കണ്ടോ, അത് നമുക്ക് കുറേ നേരമായിട്ട് കൂട്ടിന് കൂടെ ഉണ്ടായിരുന്നു. ഞങ്ങൾ ഈ ഒരു സ്ഥലത്ത് വരുമെന്ന് ഒട്ടും പ്രതീക്ഷിച്ചില്ല കേട്ടോ. നമ്മളെ ഡ്രൈവർ എവിടെയെങ്കിലും കൊണ്ടുപോകാമെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ ഇവിടേക്ക് ഇത്രയും മനോഹരമായിട്ടൊരു സ്ഥലത്തേക്കാണ് കൊണ്ടുവരുന്നതെന്ന് നമുക്ക് സ്വപ്നത്തിൽ പോലും ഞങ്ങൾ വിചാരിച്ചില്ല. അത്രയ്ക്കും രസമുള്ളൊരു സ്ഥലമായിരുന്നു കേട്ടോ. പിന്നെ വരുന്ന വഴിക്ക് ഇതേ നോക്കിയേ, വന്നപ്പോഴത്തേക്കും ഉണ്ട് ഇഷ്ടം പോലെ മയിലുകളെ കാണുന്നുണ്ട്. അപ്പോൾ ഞാൻ ഡ്രൈവറിനോട് ഇങ്ങനെ പറഞ്ഞു, ഒരു മയിലിനെ പോലും കണ്ടില്ലല്ലോ എന്ന്. അപ്പോൾ പുള്ളി എന്നെ കളിയാക്കുകയൊക്കെ ചെയ്തു. മാഡം ഒരു മയിലിനെ ചോദിച്ചപ്പോഴത്തേക്കും കുറേ മയിലിനെ കണ്ടില്ലെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ വരുന്ന വഴിയിൽ ഈ ഒരു തെങ്ങിൻ തോപ്പിലാണെങ്കിൽ ഇഷ്ടം പോലെ മയിലുണ്ടായിരുന്നു കേട്ടോ. ഞാൻ ശരിക്കും വേണ്ടിയിട്ടുണ്ടെങ്കിൽ ഡ്രൈവർ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് വണ്ടി നിർത്തി തന്നിട്ട് ഞാൻ വീഡിയോ എടുത്തതാണ്, സൂം ചെയ്ത് എടുത്തേക്കുന്നതാണ്. അപ്പോൾ അതിൻ്റേതായ ഒരു ചെറിയൊരു ക്ലാരിറ്റി പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാകും കേട്ടോ. പിന്നെ നേരെ നമ്മൾ വന്നിട്ട് ഒരു കോഫി കുടിക്കാമെന്ന് പറഞ്ഞിട്ട് വന്നതാണ്. അപ്പോൾ നമ്മൾ കരിപ്പൊട്ടി കാപ്പി എന്ന് പറഞ്ഞിട്ടൊരു ഫേമസ് ആയിട്ടൊരു കടയുണ്ട്. ചെന്നൈയിലൊക്കെ ഇഷ്ടം പോലെ ബ്രാഞ്ച് ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ പളനിയിൽ ഇത്രയും വലിയൊരു ഷോപ്പ് ആദ്യമായിട്ടാണ് കാണുന്നത്. അപ്പോൾ എന്തായാലും ഇവിടെ വന്നിട്ട് കരിപ്പൊട്ടി കാപ്പി കുടിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഹസ്ബൻഡ് ഇത് സ്ഥിരമായിട്ട് ഓഫീസിൽ നിന്ന് കുടിക്കാറുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങളും 1-2 തവണ ഞങ്ങൾക്കും പുറത്തുനിന്ന് മേടിച്ച് തന്നിട്ടുണ്ട് കേട്ടോ. പക്ഷേ ഇവിടുത്തത് ഒരു പ്രത്യേക ഒരു ടേസ്റ്റ് തന്നെ ആയിരുന്നു. പിന്നെ അവിടെ കുറേ ഓർഗാനിക്കായിട്ടുള്ള അരിയും കുറേ നാടൻ വെളിച്ചെണ്ണ അങ്ങനത്തെ കുറേ സാധനങ്ങളൊക്കെ ഓർഗാനിക് പ്രോഡക്ട്സുകൾ ഇവിടെ വിൽക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ ഒരു ഷോപ്പിൽ. ഞങ്ങളൊന്നും വാങ്ങിയില്ല, ചുമ്മാ ഞാനൊന്ന് ജസ്റ്റ് വീഡിയോ എടുത്താണ് എന്തൊക്കെയാണ് ഇവിടുത്തെ സ്പെഷ്യൽ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട്.
അപ്പോൾ ഇതാണ് നമ്മുടെ കരിപ്പൊട്ടി കാപ്പിയുടെ ആ ഒരു ഷോപ്പ് എന്ന് പറയുന്നത്. പിന്നെ നേരെ ഞങ്ങളെ ഡ്രൈവർ കൊണ്ടുവന്ന് റെയിൽവേ സ്റ്റേഷനിലേക്ക് ആക്കി. പിന്നെ പുള്ളി അങ്ങ് പോവുകയുണ്ടായി. പിന്നെ നമുക്ക് നല്ലൊരു ട്രിപ്പായിരുന്നു കേട്ടോ, നമുക്ക് പറയാതിരിക്കാൻ വയ്യ. നമുക്ക് ഭയങ്കര സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ളൊരു ട്രിപ്പായിരുന്നു. നമ്മൾ ഏതൊരു യാത്രയും ആദ്യമായിട്ട് നമ്മൾ പോകുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു ടെൻഷനും പേടിയൊക്കെ കാണത്തില്ലേ, എങ്ങനെയുള്ള ആളായിരിക്കും ഡ്രൈവറാണെങ്കിലും പോകുന്ന സ്ഥലമാണെങ്കിലും ഒക്കെ. അത്രയും ടെൻഷൻ അടിച്ച് ഞങ്ങൾ ഇറങ്ങിയതാണ്. പക്ഷേ ദൈവം സഹായിച്ച് ഞങ്ങൾക്ക് ഒരു പ്രശ്നവും ഉണ്ടായില്ല. പളനിയിൽ വെച്ച് ഡ്രൈവറിനെ ഒന്ന് മിസ്സായി എന്നുള്ളത് ഒഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഞങ്ങളുടെ മിസ്റ്റേക്ക് കൊണ്ടാണ് കേട്ടോ, പുള്ളിയുടെ മിസ്റ്റേക്കൊന്നും അല്ല. പുള്ളി ഞങ്ങളെ അന്വേഷിച്ച് ഒരുപാട് നടന്നു, അവസാനം ഞങ്ങളും നടന്നു, അവസാനം കണ്ടെത്തി. അപ്പോൾ എന്തായാലും എല്ലാം കൊണ്ടും സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള നമുക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആണ് ഈ ഒരു യാത്ര എന്ന് പറയുന്നത്. അപ്പോൾ ന്യൂ ഇയർ കഴിഞ്ഞ് പിറ്റേ ദിവസം ആയപ്പോഴത്തേക്കും ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ച് നേരെ ചെന്നൈയിലേക്ക് വന്നിട്ടുണ്ട്. 2-ാം തീയതിയാണ് ഞങ്ങൾ അവിടെ നിന്ന് ട്രെയിൻ കയറിയത്. 3-ാം തീയതിയാണ് ഞങ്ങളിവിടെ എത്തിയത്. രാവിലെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആമിയെ സ്കൂളിൽ വിടണം. ആമിക്ക് ജാനുവരി 3-നായിരുന്നു സ്കൂൾ ഓപ്പൺ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എന്തായാലും ട്രെയിനിൽ വെച്ച് കുറച്ച് നേരം നമുക്ക് ഒന്ന് റിലാക്സ് ആവാൻ വേണ്ടിയിട്ട്, അധികം ഫോൺ യൂസ് ചെയ്യാതിരിക്കാൻ വേണ്ടി കുറച്ച് കളേഴ്സും ഡ്രോയിങ് ബുക്കൊക്കെ ഞാൻ കൊണ്ടുപോയി എന്ന് പറഞ്ഞില്ലേ, അപ്പോൾ അത് ഞാനും ആമിയും കൂടിയൊക്കെ അതൊക്കെ വരച്ചൊക്കെ തീർത്തു. വെളുപ്പിന് 4 മണിയായപ്പോഴത്തേക്കും ഞങ്ങൾ സെൻട്രലിൽ എത്തി കേട്ടോ. ഇവിടെ വന്നിട്ട് ഒരു ക്യാബ് ബുക്ക് ചെയ്ത് നേരെ നമ്മൾ വീട്ടിലേക്ക് പോയി. 5:30 ആയപ്പോഴത്തേക്കും നമ്മൾ വീട്ടിലേക്ക് എത്തുകയും ചെയ്തു. നല്ല ടയേർഡാണ് എല്ലാവരും. എന്തായാലും ആമി ഇന്ന് സ്കൂളിൽ വിട്ടു, കുഴപ്പമൊന്നും ഇല്ലായിരുന്നു, അവൾക്ക് വലിയ ക്ഷീണമൊന്നും ഇല്ലായിരുന്നു കേട്ടോ. അപ്പോൾ ഇത്രയാണ് നമ്മുടെ യാത്രാ വിശേഷങ്ങളൊക്കെ. ഇവിടം കൊണ്ട് നമ്മുടെ യാത്രകളെല്ലാം അവസാനിച്ചിരിക്കുകയാണ്. ഇനി നമ്മുടെ വീട്ടിലെ മറ്റ് വിശേഷങ്ങളും വീഡിയോസായിട്ട് ഇനി അടുത്ത വ്ളോഗിൽ വീണ്ടും കാണാം. അപ്പോൾ പുതിയ പുതിയ വിശേഷങ്ങളായിട്ട് നമുക്കിനി വീണ്ടും കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.